ഞാൻ ചോദിക്കട്ടെ, ഗൾഫിലൊന്നും വെള്ളമില്ലയോ? അവിടെ മൊത്തം മരുഭൂമി അല്ലയോ? മരുഭൂമിയാണെങ്കിൽ അവിടെ ഇട്ട് ആ മണലിനകത്തിട്ട് നിനക്കൊന്നും വരയ്ക്കാമല്ലോ. ആ പന കയറിട്ടൊക്കെ വന്നിട്ട് എപ്പം കഴിവാനോ ഇതൊക്കെ? അപ്പൊ അവിടെ എങ്ങനെയാ കക്കൂസി പോകുന്നതൊക്കെ എങ്ങനെയാ? പേപ്പറിന്റെ പരിപാടിയാ. ഇവിടെ വായിക്കാൻ മനുഷ്യന് പേപ്പർ തികയുന്നില്ല. ഉടനെ ആ പേപ്പർ അവിടുത്തെ പരിപാടി ചെയ്യുക. അങ്ങനെ എന്തോ ചുമ്മാ വെറുതെ എടുത്തിട്ട് അടിക്കുക. വെറുതെ അടിക്കുക. അങ്ങ് അച്ഛനായിരുന്നു. എന്താ തെറ്റ് കാണിച്ചാലും കേരള ലോട്ടറി പോലെ എന്റെ അച്ഛൻ എന്തുവാ അടിക്കത്തില്ല. എന്തുവാടാ? നമ്മളാ വടക്കേലെ മഹേഷിന് എത്ര വയസ്സുണ്ടമ്മ? മഹേഷ് നിന്നേക്കാളും ഇളയതാ മോനെ. അവൻ വരെ കല്യാണം കഴിച്ചല്ലോ അമ്മ, എന്നെ ഒന്ന് കെട്ടിക്കമ്മ. ആഹാ, നിന്റെ കല്യാണം ഞാൻ തീരുമാനിക്കുമ്പോഴേ നടക്കുള്ളൂ, അന്നേരം നടത്തിയാ മതി. ഓ, ഇപ്പൊ മഹേഷ് കല്യാണം കഴിക്കുന്നതിന് പോയി ഇയാള് കല്യാണം കഴിക്കാനിരിക്കോ? ചെവിക്കല്ലി ഞാൻ അടിച്ചാൻ കേട്ടോ, പറഞ്ഞില്ലെന്ന് ഞാൻ വേണ്ട. മര്യാദ ജോലിയൊക്കെ ഞാൻ ഇപ്പൊ ഗൾഫിലൊക്കെ പോയി എനിക്ക് ജോലിയൊക്കെ ആയതല്ലയോ? നിന്നോട് ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അമ്പിളിയുടെ മോള് ജലജയമായിട്ടുള്ള വിവാഹം നീ ഓർക്കണ്ട, നടത്തി തരത്തുമില്ല ഞാൻ. അവക്കെന്തോ കുഴപ്പം? അവക്ക് എന്തുവന്ന് കുഴപ്പമെന്നോ? കുഴപ്പമേ ഉള്ളൂ. ആ കുടുംബക്കാരെ നിനക്കറിയാമോ എന്തുവന്ന്? അവരെന്താ ചെയ്ത്? അമ്പിളിയുടെ ഭർത്താവ് എവിടാടാ? എവിടെ കിടക്കുന്നത്? ജയിലിൽ കിടക്കുന്നത്. എന്ത് തെറ്റ് ചെയ്യാൻ ജയിലിൽ കിടക്കുന്നത്? ആനയുടെ തുമ്പിക്കുള്ള സ്പിരിറ്റ് കടത്തി. ആണോ? ആ കുടുംബത്തോടാണോ നീ ചെന്ന് കയറാൻ പോകുന്നേ? അവിടെ നിന്നാണ് ഒരെണ്ണത്തിന് ഇങ്ങോട്ട് വലിച്ചോണ്ട് വരാൻ പോകും. അയ്യോ, അമ്പിളിയുടെ അച്ഛൻ ഒരു തെറ്റും ചെയ്തില്ല, ആനയില്ലേ തെറ്റ് ചെയ്ത്. നമ്മുടെ കുടുംബമാർക്ക് നോക്കണം. അത് എന്നാലും അമ്മയ്ക്കൊരു കുഞ്ഞിക്കാലി കാണണ്ടേ? ഓ, അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് അംഗൻവാടി ഉണ്ട്, അവിടെ പോയി ഇഷ്ടംപോലെ കുഞ്ഞിക്കാലി ഞാൻ കണ്ടോളാം. അതല്ല, എന്നാലും അമ്പിളിയുടെ കുഞ്ഞിക്കാലി എനിക്ക് വേണ്ട, എനിക്ക് കാണുവാൻ വേണ്ട അമ്പിളിയുടെ മോടെ. ഇങ്ങോട്ട് വന്നേ, ഇവിടെ വാ. എന്തുവാ ഇത്? എന്തുവാ എന്റെ ചെറിയൊന്ന് കാണിച്ചേ. എന്തുവാടാ മഞ്ഞിച്ചിരിക്കുന്നത്? എന്തുവാ മഞ്ഞിച്ചിരിക്കുന്നത്? ഇതെന്തുവാന്നാ ചോദിച്ചത്? അത് പിക്കിള്. കണ്ടി എന്റെ ദൈവമേ, പൂക്കള് പറിച്ചതേണ്ട കവറിന്റെ അകത്തിട്ടോ നടക്കുന്നു. അമ്മ അച്ചാറ്, പിക്കിളെന്ന് പറഞ്ഞ അച്ചാറ്. പിക്കിളെന്ന് പറഞ്ഞ അച്ചാറാണോ? ഈ അച്ചാർ എവിടുന്ന് കിട്ടി നിനക്ക്? അതിലെ രഘു വെള്ളം അടിച്ചോണ്ടിരുന്നപ്പോ ഞാൻ അവിടെ പോയി എടുത്തോണ്ട് വന്നേ. അവന്മാരിനിയും വെള്ളം അടിക്കാൻ നേരത്തെ ടച്ചിങ്ങിന് എന്തോ ചെയ്യും? ഞാൻ വീട്ടിൽ വെളിയിൽ ഇറങ്ങി പോകത്തില്ല. വീട്ടിന് വെളിയിൽ പോകത്തില്ലയോ? നീ ഗൾഫിന് പോകുന്നില്ലയോ? അപ്പം എന്നാ പോകണം, വീട്ടിലിരിക്കരുത്. പിടിച്ചൊരു ഒരു ബെക്കടിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് വാക്കുള്ളവർക്കറിയാം. ഞാൻ അടിക്കുമെന്നാണോ പറഞ്ഞത്? നമ്മൾ കണ്ടിട്ടില്ലേ മോനെ അത്? ഉടനെ അമ്മ അടിക്കുമെന്നാണോ ഉടനെ അതിന്റെ അർത്ഥം? പിന്നെ വേറെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്നാ ഇത് പിടിച്ചേ, ഇതങ്ങോട്ട് പിടി. അമ്പിളിയുമായിട്ടുള്ള സംഭവങ്ങൾ മാറ്റി വെച്ചൊരു മോനെ, അത് നമുക്ക് വേണ്ട. അമ്മ പാവം പിടിച്ച കൊച്ചമ്മ. പാവം പിടിച്ച കൊച്ചു എവിടെയാണ്? പാവം പിടിച്ച കൊച്ചിരിക്കുന്നത്? പാവം പിടിച്ച കൊച്ചിന് അത് വേണ്ട. ബാക്കിയുള്ള തുണി ഞാനിത് വരുമ്പോഴത്തേന് ബാക്കിയുള്ള തുണിയെല്ലാം കൂടെ അലക്കി വെച്ചോണം. അല്ലാതെ ഇവിടെ ഇരുന്നോണ്ട് അമ്പിളിയെ ഓർത്ത് അയ വെട്ടാമെന്നുണ്ടെങ്കിൽ നടക്കത്തില്ല. ഇല്ല, വരണ്ടായിരുന്നു ഗൾഫിൽ നിന്ന് വരണ്ടാന്നോ? എന്റെ ദൈവമേ, അറബി അങ്ങ് വിളിച്ചാ മതിയായിരുന്നു. അയ്യോ, അതല്ല, ദൈവം വിളിച്ചാ മതിയായിരുന്ന. ദൈവമല്ല, അറബി വിളിച്ചാ മതിയായിരുന്നു. നാളെ നിന്നെ ഞാൻ കയറ്റി വിടും. പിന്നെ വേറെ മോനെ ഒരു കാര്യം, അറബിയുടെ കാര്യം പറഞ്ഞപ്പോഴാ, നിന്നെ അന്ന് ഗൾഫിന് വിട്ടില്ലേ ഒരു സാമി? നിന്റെ പാസ്പോർട്ട് കത്തിക്കാൻ കൂട്ടു നിന്നില്ലയോ? ആ സാമി ഇന്നലെ ചോദിച്ചു, നീ വന്നോന്ന് ചോദിച്ചു. ചത്തില്ലേ സാമി? ചാകുമോ? ഇനിയും കിടക്കുന്നു ഒരുപാട് പാസ്പോർട്ട് കത്തിക്കാൻ.